2025 നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന 6 ബിസിനസ്സിനെ പറ്റിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഈ 6 ബിസിനസ്സും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. പക്ഷേ ഈ ഒരു 6 ബിസിനസ് എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ഇൻഡെപ്ത് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു മാർക്കറ്റ് കണ്ടീഷൻ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരുടെ ഉള്ളിലും നല്ല ഡാസ്ലിംഗ് ആയിട്ടുള്ള ഐഡിയാസ് കാണും. പക്ഷെ ആ ഐഡിയാസിന് എത്രത്തോളം ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് നമ്മളത് ആളുകൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റോ സർവീസോ ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഒരു എക്കണോമിക്കൽ വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ പറയുന്ന 6 കാര്യങ്ങളും നിങ്ങൾക്ക് നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തത് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ്. അതായത് ഒരു പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ബിസിനസ്. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടെൻജിബിൾ ഐറ്റാണ്. അപ്പൊ ഈ ഒരു പ്രൊഡക്റ്റ് ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു സ്വന്തമായിട്ട് ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു മാർക്കറ്റ് കണ്ടീഷനും നിങ്ങളുടെ ഒരു ചുറ്റുപാടൊക്കെ നോക്കിയിട്ട് ആളുകൾക്ക് അഫോർഡബിൾ ആകുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് ആവശ്യമുള്ള അവരുടെ ഒരു വാല്യൂ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ കണ്ടെത്തിയിട്ട് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റ് ആ ഒരു നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടിൽ ആവശ്യക്കാരുണ്ടാവണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു പ്രൊഡക്റ്റിന് വേണ്ടത്ര ആവശ്യക്കാരില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിൽ നിന്ന് ഒരു എക്കണോമിക്കൽ വാല്യൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫണ്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പൊ അങ്ങനെ ആകുമ്പോഴാണ് മിക്ക ബിസിനസ്സുകളും പൊളിഞ്ഞു പോവുക. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് നന്നായിട്ട് വിലയിരുത്തുക. മാർക്കറ്റിൽ നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനുള്ള വാല്യൂ ഉണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നല്ല ആളുകൾക്ക് അഫോർഡബിൾ ആകുന്ന പ്രൈസിൽ എന്നാൽ നിങ്ങൾക്ക് നല്ല പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന ഒരു പ്രൈസ് ടാഗും കാര്യങ്ങളും വെച്ചിട്ട് നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് ഓറിയന്റഡ് ബിസിനസ്സിന് മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് അത്യാവശ്യം നിങ്ങളുടെ അടുത്ത് സ്റ്റോറേജ് ആയിട്ട് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു 50 പ്രൊഡക്റ്റ് ഉണ്ട്. ആ 50 പ്രൊഡക്റ്റ് സെല് ചെയ്ത് വീണ്ടും നിങ്ങൾക്കൊരു ആ 50 പ്രൊഡക്റ്റിന് വാല്യൂ ഉണ്ടെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 100-200 കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു ഇൻവെന്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബിൽഡ് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ആദ്യത്തേത് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ഓറിയന്റഡ് ബിസിനസ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സർവീസ് ബേസ്ഡ് ബിസിനസ്സുകളാണ്. അതായത് നിങ്ങൾക്കൊരു സർവീസ് ബേസ് ആയിട്ടുള്ള നിങ്ങൾ എന്തെങ്കിലും ഒരു സർവീസ് മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ നിങ്ങൾ കൊടുക്കുന്ന ഒരു സർവീസിന്റെ പുറത്ത് നിങ്ങൾക്ക് ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ബിസിനസ്, ഇപ്പോൾ സർവീസ് ഓറിയന്റഡ് ബിസിനസ്സിനുള്ള ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ബാർബർ ഷോപ്പുകൾ എന്ന് പറയുന്നത് ഒരു സർവീസാണ്. അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾക്ക് സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ബിസിനസ്സുകൾ നമ്മുടെ നാട്ടിൽ ഓൾറെഡി റണ്ണിങ് ആണ്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു നാട്ടിന്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാലും വളരെ നല്ല രീതിയിലുള്ള ഒരു വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ സർവീസ് ഓറിയന്റഡ് ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു വെബ്സൈറ്റ് നിർബന്ധമാണ്. ആ ഒരു വെബ്സൈറ്റ് നിങ്ങൾ ബിൽഡ് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങളുടെ ഒരു സർവീസ് എന്താണോ, ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പ് നടത്തുന്ന ഒരാൾക്ക് ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പ് മാത്രം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ 2-3 ബാർബർ ഷോപ്പ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാത്രമായിട്ടോ ഒരു വെബ്സൈറ്റിന്റെ ആവശ്യം വരുന്നില്ല. പക്ഷെ നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്, ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പൊ നിങ്ങൾ പഠിച്ചൊരു കാര്യം നിങ്ങളെ തന്നെ വിലയിരുത്തിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും അതും ഒരു സർവീസ് ഓറിയന്റഡ് ബിസിനസ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ബിസിനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് വേണം, നിങ്ങൾക്ക് ഒരു ലാൻഡിംഗ് പേജ് വേണം. അപ്പൊ ഇതൊക്കെ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങളടുത്ത് എന്താണോ പൊട്ടൻഷ്യൽ, നിങ്ങൾക്ക് എന്തിനെ പറ്റിയാണോ വളരെ ഇൻഡെപ്ത് ആയിട്ട് അറിയുന്ന ഒരു കാര്യം, ആ ഒരു കാര്യം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾ ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഒരു ഇൻഫർമേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് ഒരു പാക്കായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് പാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് സെല് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതേപോലെ തന്നെ അത് കിട്ടുന്നവർക്കും ഭയങ്കര ഒരു വാല്യൂ ആയിരിക്കും. കാരണം മറ്റുള്ളവർക്ക് അറിയാത്തൊരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുകയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് വളരെ നല്ലൊരു കാര്യമാണ്. അപ്പൊ അതിന്റെ പുറത്ത് നിങ്ങൾക്ക് ഒരു എക്കണോമിക്കൽ വാല്യൂ കിട്ടും. അവർക്ക് തിരിച്ച് അവർ തരുന്ന എമൗണ്ടിന്റെ പുറത്ത് അവർക്കൊരു വാല്യൂ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പോൾ സർവീസ് ബേസ്ഡ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൂന്നാമത്തെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് ഷെയർഡ് റിസോഴ്സസ് ആണ്. അതായത് ആ ഒരു ബിസിനസ് എന്താണ് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ജിമ്മ്, ഫിറ്റ്നസ് സെന്റേഴ്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു ഷെയർഡ് ബിസിനസ് ആണ്. ഷെയർഡ് ബിസിനസ് എന്ന് പറയുന്നത്, ഇപ്പോ ജിമ്മിന്റെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ജിമ്മ് നടത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റൂം റെന്റിന് എടുത്തിട്ട് ഞാൻ ആ റൂമിലേക്ക്
ഒരുപാട് പ്രൊഡക്റ്റ് കൊടുന്ന് വെക്കുകയാണ്. അതായത് ഇപ്പോൾ ഒരുപാട് ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ കൊടുന്ന് വെച്ചിട്ട് അത് മറ്റുള്ളവർ വന്നിട്ട് അത് യൂസ് ചെയ്യാണ്. അതാണ് ഷെയർഡ് റിസോഴ്സ് ബിസിനസ്. അപ്പൊ അതിനുള്ള മറ്റൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടിൽ മുമ്പ് കേബിൾ ടി വി സർവീസും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് ഒരു ഷെയർഡ് റിസോഴ്സ് ആയിരുന്നു. കാരണം അവര് ഒരു റിസോഴ്സ് നിങ്ങൾക്ക് തരുന്നത്, അതിന്റെ പുറത്ത് അവര് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എമൗണ്ട് അവർക്ക് മന്ത്ലി പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഷെയർഡ് റിസോഴ്സ് എന്ന് പറയുന്നതിന് ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ആണ്, സ്പോട്ടിഫൈ ആണെന്നുണ്ടെങ്കിലും ഇതൊക്കെ ഒരു ഷെയർഡ് റിസോഴ്സ് ബിസിനസ്സുകളാണ്. കാരണം അവരെടുത്ത് ഓൾറെഡി ഇപ്പൊ നെറ്റ്ഫ്ലിക്സിന്റെ കാര്യമൊക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെറ്റ്ഫ്ലിക്സിൽ ഓൾറെഡി അവര് ഒരുപാട് മൂവീസും കാര്യങ്ങളൊക്കെ കൊടുന്ന് സീരീസ് ഒക്കെ കൊടുന്ന് അവർ ഓൾറെഡി അതിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അത് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കുന്ന നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം വീണ്ടും നമുക്ക് റിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിന്യൂ ചെയ്തിട്ട് വീണ്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഷെയർഡ് റിസോഴ്സ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചിന്തിച്ചിട്ട് ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കാരണം അതുമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലെ ഒരു വാല്യൂം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഡിമാൻഡ് ഒക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് പുതുതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക്കൽ വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നാലാമത്തെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത് റീസെയിൽ ആണ്. റീസെയിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ അടുത്തൊരു പ്രൊഡക്റ്റ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു സർവീസും കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റീസെയിൽ ചെയ്യുക. അതായത് വലിയ വലിയ ഓൾറെഡി അവർ ഓൺ ചെയ്യുന്ന ആളുകൾ കയ്യിൽ നിന്ന് നിങ്ങൾ പ്രൊഡക്റ്റ് മേടിച്ചിട്ട് നിങ്ങൾ അത് റീസെയിൽ ചെയ്യാം. അതിനാണ് റീസെയിൽ ബിസിനസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡ്രോപ്പ് ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓൾറെഡി വേറൊരു ഇബേന്നോ അല്ലെങ്കിൽ അലിബാബ എന്നൊക്കെ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് അവർ സെൽ ചെയ്യുന്നതാണ്. അത് ഡ്രോപ്പ് ഷിപ്പിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരുപാട് ക്ലോത്തിങ്ങിന്റെ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെന്നുണ്ടെങ്കിലും ഇ കൊമേഴ്സ് ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ ഒരുപാട് ഉണ്ട്. അപ്പോൾ ആ ഒരു എന്താണ് ഡിമാൻഡ് എന്ന് നോക്കിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിലുള്ള ഒരു ബിസിനസ് നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നല്ല രീതിയിലുള്ള ഒരു എക്കണോമിക്കൽ വാല്യൂ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ എല്ലാത്തിനും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങൾ ആ നാട്ടിലെ വാല്യൂ എന്താണെന്ന് നോക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ്. എന്താണ് ആളുകൾക്ക് ആവശ്യം, എന്ത് കൊടുത്താലാണ് ആളുകൾക്ക് സാറ്റിസ്ഫൈഡ് ആവുക, അല്ലെങ്കിൽ അവർക്ക് എന്ത് കൊടുത്താലായിരിക്കും നിങ്ങൾക്കൊരു എക്കണോമിക്കൽ വാല്യൂ അവർക്കൊരു വാല്യൂം കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നോക്കിയതിന്റെ ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ ചൂസ് ചെയ്യുക. കാരണം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ബിസിനസ്, ഇപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എല്ലാവരും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും പോയിട്ട് ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സക്സസ് ആവാൻ പറ്റില്ല. കാരണം ഓൾറെഡി അത് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ അതിനേക്കാൾ മുകളിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന ബിസിനസ് കൊണ്ട് നമുക്കൊരു ലാഭം ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മീഷോന്നും ഇവിടെ നിന്നൊക്കെ സാധനങ്ങൾ മേടിച്ചിട്ട്, അല്ലെങ്കിൽ ബൾക്കായിട്ട് നിങ്ങൾ ഹോൾസെയിലായിട്ട് സാധനം മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ഒരു ഷോപ്പ് ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റും സർവീസൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ആ ഒരു രീതിയിൽ റീസെയിൽ ബിസിനസ്സും നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അഞ്ചാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് ലീസാണ്. അതായത് നമ്മളൊരു സാധനം ലീസിന് എടുത്തിട്ട് നമ്മൾ വേറെ ആൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുക. അതായത് ഇപ്പോൾ നമ്മളൊരു വണ്ടി എടുത്തിട്ട് നമ്മളത് വണ്ടി റെന്റിന് കൊടുക്കുക. അതേപോലെ തന്നെ അതല്ല, നമ്മളൊരു ബിൽഡിംഗ് നമ്മൾ ലീസിന് എടുത്തിട്ട് നമുക്ക് ആ ബിൽഡിംഗ് പാർട്ടിഷൻ ചെയ്തിട്ട് നമുക്കത് റെന്റിനായിട്ട് കൊടുക്കാം. ഇതൊക്കെ ഒരു ലീസ് ടൈപ്പ് ബിസിനസ് ആണ്. അപ്പൊ ഇതേപോലെ ഒരുപാട് കാറ്റഗറീസ് ഉണ്ട്. അതായത് ഇപ്പൊ ഞാൻ വേറെ ആളായിട്ടുന്ന ഒരു സാധനം പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ തരുമ്പോൾ എനിക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ എമൗണ്ട് എനിക്ക് കിട്ടണം. ഞാൻ വേറെ ആളായിരുന്നു 100 രൂപക്ക് മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് 150 രൂപക്കോ അല്ലെങ്കിൽ 130 രൂപക്കോ തരുമ്പോഴേ എനിക്കൊരു 30 രൂപയുടെ ലാഭം കിട്ടുന്നുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിലായിരിക്കണം നമ്മളൊരു ലീസ് ബിസിനസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന, അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു സാധനത്തിന് പുറത്തൊരു ഡാമേജ് ഇല്ലാതെ അത് തിരിച്ചു മേടിക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ലീസ് ബിസിനസ്സും വളരെ നല്ലൊരു ബിസിനസ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ലീസ് ബിസിനസ്സിൽ എത്രത്തോളം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് ആ ഒരു ബിസിനസ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതാണ്. ആറാമത്തെ ബിസിനസ് എന്ന് പറയുന്നത് ഒരു സബ്സ്ക്രിപ്ഷൻ ടൈപ്പ് ബിസിനസ് ആണ്. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കറിയാം, ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞ പോലെ ഷെയർഡ് റിസോഴ്സിൽ പറഞ്ഞ പോലെ തന്നെ അതിൽ ഉള്ള ഒരു ബിസിനസ് മോഡൽ തന്നെയാണ് ഈ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു സാധനം പർച്ചേസ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ നമ്മളൊരു നെറ്റ്ഫ്ലിക്സിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ സ്പോട്ടിഫൈയിൽ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമുക്ക് അവരുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സബ്സ്ക്രൈബ് മോഡൽ ആയിട്ടുള്ള ഒരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ അതിന് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് നല്ലൊരു വാല്യൂ ആയിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു നോളജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നല്ലൊരു ബെസ്റ്റ് സർവീസ് ഉണ്ട്. അപ്പൊ ഈ ഒരു സർവീസിന് ആക്ച്വലി നിങ്ങൾക്ക് ഒരു സബ്സ്ക്രൈബ് മോഡൽ നിങ്ങൾക്ക് വേറൊരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് നിങ്ങളൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നിങ്ങളുടെ എല്ലാ ഫോമും നിങ്ങൾ അതിൽ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾ അത് വേറൊരാൾക്ക് മന്ത്ലി നിങ്ങൾക്കൊരു സബ്സ്ക്രിപ്ഷൻ കിട്ടുന്ന രീതിയിൽ അവർ വന്നിട്ട് നിങ്ങൾക്കൊരു പേയ്മെന്റ് തന്നിട്ട് മന്ത്ലി പേയ്മെന്റ് തന്നിട്ട് നിങ്ങൾക്ക് ആ രീതിയിലുള്ള സർവീസും കാര്യങ്ങളും നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ രീതിയിലുള്ള ഒരു ബിസിനസ്സും നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഒരു 6 കാര്യങ്ങൾ നോക്കിയിട്ട് 6 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആ ഒരു ബിസിനസ്സിൽ മാക്സിമം
പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. അപ്പൊ ഈ ഒരു 6 ബിസിനസ്സിൽ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ 6 ബിസിനസ്സിൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു ഈ സബ്സ്ക്രിപ്ഷൻ മോഡൽ ബിസിനസ് നിങ്ങൾക്ക് ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് പറയുന്ന ഒരു പേരാണ് ബണ്ടിലിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ബിസിനസ്സുകൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ നിങ്ങളടുത്ത് ഓൾറെഡി സർവീസ് ബേസ്ഡ് ബിസിനസ് ആണ്, അപ്പൊ അതിന്റെ കൂടെ നിങ്ങളൊരു സബ്സ്ക്രിപ്ഷനും കൂടി കൂടുതൽ നിങ്ങൾ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി നല്ല ക്രിയേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ഈ പറഞ്ഞ 6 ബിസിനസ് നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഫണ്ടമെന്റൽ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ഗ്യാപ്പ് നോക്കുക, നിങ്ങൾക്ക് ആ ഒരു മാർക്കറ്റിന്റെ ഗ്യാപ്പ് എവിടെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുത്താലായിരിക്കും ആളുകൾ അതിന്റെ ഒരു വാല്യൂ ആയിട്ട് കണക്കാക്കുന്നത്, അങ്ങനെയുള്ള ഒരു സാധനം നോക്കിയിട്ട് നിങ്ങൾക്ക് സെല് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു കാര്യം മനസ്സിലാക്കിയിട്ട് ഈ ഒരു 6 ബിസിനസ്സിൽ ഏത് ബിസിനസ് ആണ് നിങ്ങൾക്ക് സൂട്ടബിൾ എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ ബിൽഡ് ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അതുവരെ